ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അവോക്കാഡോയുടെ 2 പഴം നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അന്നേരം അതിനകത്ത് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ നമുക്ക് 2 പഴത്തിനകത്ത് ഒരു പഴം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. നല്ല അടിപൊളി പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലെ സീഡിനെ നമുക്കെടുത്ത് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തെ ഈ പൾപ്പ് മാത്രം നമുക്ക് സ്പൂണിന് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ ആ പുറത്തെ തൊലി മാത്രം ഇല്ലാതെ ബാക്കി ഇതുണ്ടോ. നമുക്ക് മിക്സിയിലിട്ട് ഇതിനെ ഷെയ്ക്ക് ഉണ്ടാക്കാം. അതതിനെ ചെറിയ പീസാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഏലക്ക, കശുവണ്ടി പരിപ്പ് ആവശ്യത്തിന്, പഴം, ചെറിയ പഴം അത് 4 എണ്ണം. പിന്നെ നമുക്ക് മിക്സിയിലിട്ട് പാലും കൂടെ കൂട്ടി ഒന്നിച്ച് ഒന്ന് അടിച്ചാൽ മതി. 1 സ്പൂൺ തേനും ലാസ്റ്റ് നമുക്ക് ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡിയാവും. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി, മുന്തിരി, ബൂസ്റ്റ് വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുത്താൽ അത് കഴിച്ചോളും. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 2 രൂപ തേൻ വേണ്ടിയെങ്കിൽ അങ്ങനെ. അതുപോലെ ഇതൊരു നല്ലൊരു ബട്ടർ ഫ്രൂട്ട് എന്നതിന് വേറൊരു പേരുണ്ട്. ബ്രെഡിലോ സാൻഡ്വിച്ചിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് തേച്ച് പിള്ളേർക്ക് കൊടുക്കാം, ഈ പഴത്തിനുള്ളിലെ പൾപ്പ്. പിന്നെ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഫ്രൂട്ടാണിത്. അതുപോലെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി തുടങ്ങിയ ഘടകങ്ങൾ ഇതിനകത്ത് വളരെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടാണ്. നമ്മളും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയൊക്കെ നോക്കണം. അപ്പോൾ അതുപോലെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.